കഷ്ടപ്പെട്ട് പഠിച്ചു, പരീക്ഷ എഴുതി, PSCയുടെ റാങ്ക് പട്ടികയിൽ ഇടം നേടി. പിന്നെ ഒരു നിയമന ഉത്തരവിനായുള്ള കാത്തിരിപ്പാണ്. പക്ഷേ ആ കാത്തിരിപ്പ് ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ട് വർഷങ്ങളാകുമ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ എന്തു ചെയ്യണം? സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇന്ന് 36-ാം ദിവസത്തിലേക്ക് ഇനി കടക്കുകയാണ്. ജോലി ലഭിക്കാൻ പഠിച്ചിട്ടും അവർക്ക് അത് കിട്ടുന്നില്ല. കഷ്ടപ്പെട്ട് റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർ ഒടുവിൽ സർക്കാരിൻ്റെ ശ്രദ്ധ നേടാൻ മണ്ണു തിന്നേണ്ട അവസ്ഥ, പുല്ല് തിന്നേണ്ട അവസ്ഥ, നിരാഹാരം കടന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥ. 2025 മെയ് 31 പ്രസിദ്ധീകരിച്ച LPST റാങ്ക് പട്ടികയിൽ ഒരു വർഷം അതിൻ്റെ കാലാവധി പിന്നിടുകയാണ്. തുച്ഛമായ നിയമനങ്ങൾ മാത്രമാണ് നടന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി അധിക സമയമില്ല. അതിനുള്ളിൽ നിയമനം ലഭിച്ചില്ലെങ്കിൽ വർഷങ്ങളോളം നടത്തിയ പരിശ്രമം വീണ്ടും അനിശ്ചിതത്വത്തിലാകും എന്നതാണ് ആശങ്ക. ഇത് LPST ഉദ്യോഗാർത്ഥികളുടെ മാത്രം കഥയാണ്. ഇന്ന് ഞങ്ങൾ മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയിലും ഇതേ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. സംസ്ഥാന ടാക്സ് ഓഫീസർ തസ്തികയുടെ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. 2021 പരീക്ഷ എഴുതിയ റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർക്ക് കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രം. എന്നാൽ 60ഓളം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. അപ്പോഴും നിയമനം വൈകുകയാണ്. അതാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. 8 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം പരീക്ഷ ജയിച്ചവർ, 2.5 വർഷമായി റാങ്ക് പട്ടികയിൽ നിയമനത്തിനായി കാത്തിരിക്കുന്നവർ, മറുവശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ. PSC റാങ്ക് ഹോൾഡർമാർക്ക് ജോലി ലഭിക്കാൻ ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരും? മണ്ണു തിന്നേണ്ടി വരുമോ? പുല്ല് തിന്നേണ്ടി വരുമോ? നിരാഹാരം കിടക്കേണ്ടി വരുമോ? റോഡിലുരുണ്ട് സമരം ചെയ്യേണ്ടി വരുമോ? ഒരു റാങ്ക് പട്ടികയിൽ ഇടം നേടുക എന്നത് ജോലി ലഭിച്ചതിൻ്റെ ഉറപ്പല്ലെങ്കിൽ വർഷങ്ങളോളം പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളോട് സർക്കാരിനുള്ള ഉത്തരവാദിത്വം എന്താണ്? ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം വൈകുന്നത് എന്തുകൊണ്ടാണ്? റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് നിയമനം ഉറപ്പാക്കേണ്ട ബാധ്യത ആർക്കാണ്? ജോലിക്കായി കാത്തിരിക്കുന്ന ഈ യുവാക്കളുടെ പ്രതിഷേധം ഇന്ന് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് കേരളത്തിലെ PSC നിയമന സംവിധാനത്തോടുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. റാങ്ക് നേടിയിട്ടും നിയമനം ലഭിക്കാത്തവർക്ക് നീതി എപ്പോൾ? സ്വാഗതം പൊതുവേദിയിലേക്ക്. എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ യൂട്യൂബിലും ഒപ്പം ടെലിഫോണിലും ചേരുന്നുണ്ട്. ആദ്യം ശരത്ത് എന്നോടൊപ്പം ചേരുന്നു, ബാലരാംപുരത്ത്. ശരത്ത്, ഈ സമരത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്തു തോന്നി ശരത്ത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അധികാരം മാറി ഭരണം മാറിയിട്ടും ഒരേ ഗതി തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും കൃത്യസമയത്ത് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള, ധനത്തിനേക്കാൾ മറ്റെല്ലാത്തിനേക്കാൾ വിലയുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് വന്നിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തി അടുത്ത ഒരു പാർട്ടി വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടും, സ്ഥിരമായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം വരും എന്ന് പ്രതീക്ഷിച്ച് അവർക്കെല്ലാം കണ്ണീര് മാത്രമാണ് ഇപ്പൊ ഈ വിധിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു നോളജ് ഉണ്ടാവുള്ളൂ. അയാൾക്ക് മാത്രമേ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ക്ഷമയും സഹനവും ഒക്കെ വരണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസത്തിന് ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ക്ഷമാശീലം വേണം, സമാധാനം വേണം. എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. യെസ്, അപ്പോൾ അതാണ് അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. അപ്പോൾ എന്നോട് എബി ബെഞ്ചമിൻ പറയുന്നു, അവിടെ വയനാട്ടും പാലക്കാടും ഒക്കെ ഹെവി റെയിനാണ് എന്ന് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. പറയുന്നു, നമസ്കാരം മനു, സുഖമാണോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഷിജു. ബട്ട് നൺ ഓഫ് ദം ടീച്ചിങ് ദെയർ കിഡ്സ് ഇൻ ഗവൺമെൻറ് സ്കൂൾ, ദെൻ ഹൗ വിൽ ദേ ഗെറ്റ് വേക്കൻസി ടു ജോയിൻ എന്ന് ഷിജു എന്നോട് ചോദിക്കുന്നു. ടീച്ചർമാരുടെ കാര്യമാണ്. നമസ്കാരം മനു, മാനം തെളിഞ്ഞു മനസ്സും തെളിഞ്ഞെന്നാണ് അവിടെ നമ്മുടെ, എനിക്ക് തോന്നുന്നു ശ്രീ ശശിധരൻ പിള്ളയാണ് അത് പറയുന്നത്. മാനവും തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ
മനസ്സും തെളിഞ്ഞു. അതിന് കാരണം പറഞ്ഞു എന്നെ കണ്ടപ്പോഴാണെന്ന്, ഹൃദയവും തെളിഞ്ഞത്. കൊള്ളാം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുനിൽ എന്നോടൊപ്പം നമസ്കാരം എന്ന് പറയുന്നുണ്ട്, എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. പുതിയ സർക്കാർ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അതൊക്കെ അസ്ഥാനത്താണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. താൽക്കാലിക ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് കാലാവധി നീട്ടിക്കൊടുത്ത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ എന്ന് പറയുന്നു എന്നോടൊപ്പം ശ്രീ സദാശിവൻ നായർ. അപ്പോൾ മനു, ദിസ് ഇസ് എ ഗുഡ് സബ്ജക്റ്റ് എന്ന് കിഷോർ കോന്നി പറയുന്നു. ഞാനിന്ന് നമ്മുടെ പൊതുവേദിയിൽ ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ച് പ്രതീക്ഷയൊക്കെ ആയുള്ള ആളുകളിലൊക്കെ നമ്മളെ വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരിലേക്കൊക്കെ വരാം. പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സദാശിവൻ നായർ പറയുന്നു. നിറയെ ചുവന്ന പൂക്കൾ എനിക്ക് അയക്കുന്നു നമ്മുടെ ഷിജു. കിഷോർ കോന്നി എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ള ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന ആ കവിവാക്യം ഉദ്ധരിക്കുന്നു. പാവപ്പെട്ട നമ്മുടെ റാങ്ക് ഹോൾഡർമാരുടെ അവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി സൗമ്യ ചേരുന്നു. അവർ പറയുന്ന ഹലോ, ഗുഡ് ഈവനിങ് മനു, ഔട്ട്ഫിറ്റ് ലുക്സ് ഗ്രേറ്റ് ഓൺ യു എന്ന് പറയുന്നു. താങ്ക് യു ശ്രീമതി സൗമ്യ, ബാംഗ്ലൂരിൽ ഇരുന്നാണ് ഇത് കാണുന്നത്. നിത്യ നാരായൺ എന്നോട് ഹായ് എന്ന് പറയുന്നു. ഗോപാലകൃഷ്ണൻ, കേശവൻ പിള്ള, വേർ ഈസ് ജെൻസി ലീഡേഴ്സ്, വേർ ഈസ് അവർ പോക്കി എന്ന് എന്നോട് ചോദിക്കുന്നു. അതൊരു വലിയ ചോദ്യമാണ്. ജൻസികൾ എവിടെ, പൂക്കികൾ എവിടെ, ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം എവിടെ എന്നാണ് ഗോപാലകൃഷ്ണ കേശവൻ പിള്ള എന്നോട് പറയുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം അപ്പാടെ വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ പുതിയ സർക്കാരിൻ്റേത് എന്ന് സുനിൽകുമാർ പരാതിപ്പെടുന്നു. പ്രമോദ് നാണു പറയുന്നു, ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുത്തവരൊന്നും കേരളത്തിൽ കാണുന്നില്ലല്ലോ എന്നത് ഒരു വിസ്മയമായി പ്രമോദ് നാണു പറയുന്നു. നിയമം 1:40:45 ഇതാണ് 1:40:45 ആണ് നിയമന കണക്ക്. അതിപ്പോൾ 1:13:18:20 ഒക്കെയാണ് നിയമന കണക്ക്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പണി കിട്ടണം എന്ന് ജയകുമാർ പറയുന്നു. പാറ്റകൾ എന്താണ് മിണ്ടാത്തത് എന്ന് എന്നോട് നമ്മുടെ സുനിൽകുമാറും ചോദിക്കുന്നു. അപ്പോൾ ശ്രീ രാമചന്ദ്രൻ പാറശാലയിൽ നിന്ന്, ശ്രീ രാമചന്ദ്രൻ നിന്ന് നമുക്ക് നിറയെ PSC ആളുകളുടെ പ്രതികരണം ഉള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. സാർ നമസ്തേ. സാർ നമസ്കാരം. സാർ ഞാൻ രാമചന്ദ്രൻ പാറശാല. സാറ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ PSC എഴുതിയ റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കിട്ടിയില്ല, അത് പാവം തന്നെയാണ്. പക്ഷെ അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് അവര് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമാണ്, നാട്ടിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ ഈ സമരം ചെയ്യുന്നതും. അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഭാവി സുരക്ഷിതത്വമായി. അവര് കഷ്ടപ്പെട്ട് പഠിച്ചു, അവരുടെ ഭാവി സുരക്ഷിതത്വം വേണ്ട എല്ലാം ചെയ്തിട്ട് അവർക്കത് കിട്ടാതിരിക്കുമ്പോൾ അത് അനീതിയല്ലേ? എല്ലാവരും നമ്മളെല്ലാം പഠിച്ചവരാണ്. ഈ സർക്കാർ ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ സാർ. എത്ര പേർക്ക് നമ്മുടെ കേരള സർക്കാരിന്? പക്ഷെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് അവരെ വിളിക്കുന്നു, അവരതിനു വേണ്ടി മുഴുവൻ സമയം മാറ്റിവെച്ച് മറ്റു ജോലിക്ക് പോകാതെ പഠിക്കുന്നു, പാസ്സാകുന്നു. എല്ലാവരും പഠിച്ച് പാസ്സായവരാണ് സാർ. ഇവിടെ കേരളത്തിലുള്ള 95% ആൾക്കാർ. അതല്ലെന്ന് ഞാൻ പറയുന്നത്. PSC ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുണ്ടോ? അവർ കാണാതെ പഠിച്ച് കുത്തിയിരുന്ന് കോച്ചിങ്, അവര് ജനറൽ നോളജ് കൊണ്ട് പഠിച്ചതല്ല. അല്ല, ഞാൻ ചോദിക്കാം, അതൊന്നും അവർ അവകാശപ്പെടുന്നില്ലല്ലോ. ശ്രീ രാമചന്ദ്രൻ, ഇതിൽ ഞാനൊരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. അവരെ നിങ്ങൾ പരീക്ഷ ഇങ്ങനെ ഒരു തസ്തികയ്ക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് ക്ഷണിച്ചോ? ഈ സർക്കാർ ക്ഷണിച്ചു. അവർ ആ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു വന്ന് എഴുതി, അവർക്ക് റാങ്കിൽ അവർ ഇടം പിടിക്കുന്നു. പിന്നെ അവർക്ക് നിയമനം കൊടുക്കാതിരിക്കുന്നത്, നിങ്ങൾ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ജീവിക്കുള്ളൂ എന്ന് വെച്ചാൽ ഈ വേഷമൊക്കെ കെട്ടിച്ചത് എന്തിനാണ്? പിന്നെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമായി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതിനുവേണ്ടിയല്ലേ ഒരാൾ ശ്രമിക്കുന്നത്. യൂണിയനിൽ ചേരുക, ഞാൻ പറഞ്ഞത് യൂണിയനിൽ ചേരുക, എങ്ങനെയും ശമ്പളം വാങ്ങിക്കുക, ജീവിക്കുക, അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് സർക്കാർ ഓഫീസിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട് സാർ? സാർ ഞാൻ നമ്മുടെ സർക്കാർ കുറഞ്ഞ, അതായത് ഒരു ബാർഗൈൻ ചെയ്യാത്തത് സാർ. ഇപ്പൊ ഇന്ന് ഒരു ബേസിക് സാലറി ഇന്നിപ്പം 25,000 രൂപ ആണെങ്കിൽ സാർ, സർക്കാർ പറയണവർ നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണം. ഇത് അവർക്ക് അടുത്ത ദിവസം ഒരു സമരത്തിലോട്ടാണ് പോകുന്നത്. യൂണിയനിൽ ചേരുന്നു, അടുത്ത യൂണിയനിലോട്ട് പോകുന്നു. സാർ എത്ര മണിക്കൂറാണ് ഒരു? അല്ല, ഞാൻ ചോദിക്കുന്നത് അവർ യൂണിയനിൽ ചേരുന്നതൊക്കെ അങ്ങേ വിഷമിപ്പിക്കുന്നതാണ്. അവർക്കൊരു തൊഴിലവകാശങ്ങൾക്ക് അവർ യൂണിയൻ ചേരുന്നു, അങ്ങേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലേ? സാർ എന്റെയും സാറിന്റെയും നികുതി വരുമാനം കൊടുത്താണ് സാർ. അവർ ചെയ്യുന്ന അങ്ങയുടെ എന്റെയും നികുതി വരുമാനം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്ന ജോലി ചെറുതാവോ? അവരതുകൊണ്ടല്ലേ അവർ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നവർ ചെയ്യുന്നു. കൂടുതൽ 80% ആൾക്കാരും യൂണിയൻ പ്രവർത്തനത്തിലോട്ട് നടക്കുകയാണ്. 80% ആളുകൾ യൂണിയൻ പ്രവർത്തനത്തിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പണി നടക്കില്ലല്ലോ.
സാർ പണിയൊന്നും നടക്കുന്നില്ല സാർ, പണിയൊന്നും നടക്കുന്നില്ല. സെക്രട്ടേറിയറ്റില് പോയി കഴിഞ്ഞാല് അവിടെ പിന്നെ ഒരു 50% ആൾക്കാർ ആ സീറ്റിൽ കാണും. ചിലവർ വന്ന് രാത്രി യൂണിയൻ പ്രവർത്തനം കഴിഞ്ഞിട്ട് വന്ന് രാത്രി അവരവരെ ജോലികൾ ചെയ്യുന്നവരും ഉണ്ടാവും. അത് ഇതിങ്ങനെയൊക്കെയാണ് ആദ്യം അവർ യൂണിയനിൽ ചേരുക, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതായത് ഭരണപക്ഷത്തിന്റെ യൂണിയൻ ആരാണെന്ന് നോക്കുക, അതിനോട്ട് ചേരുക. അതിൽ ചേരുന്നത് സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്. ഈ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ PSC എഴുതിയാൽ അവൻ ആദ്യം ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെ ഒരു 6 മാസം ലീവ് എടുത്ത് കറങ്ങാൻ പോവാം, ശമ്പളം വാങ്ങിച്ച് അഡ്വാൻസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് തെറ്റായ അങ്ങനെ 6 മാസം പ്രൊബേഷൻ സമയത്ത് ജോലി എടുക്കാൻ പറ്റും. ഇത് മോഹൻലാൽ ഏതോ സിനിമയിൽ പറയുന്ന പോലെ നമുക്കൊന്ന് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും പറ്റുമോ? അതെ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് 25,000 രൂപ ബേസിക് ശമ്പളം ഉണ്ട്, നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവരുടെ ഒരു ബാർഗെയിൻ ചെയ്യണമായിരുന്നു. എനിക്ക് 50 പേർക്ക് ജോലി കൊടുക്കുന്നവർക്ക് 100 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ സർക്കാർ ഇവിടെ ജോലി ആളിലായിരുന്നു. ഇവിടെ ഭരണം നന്നായി മുമ്പോട്ട് പോകും. സ്റ്റേറ്റിലില്ല, ഭരണത്തിന് ആൾ വേണം. അപ്പം ഇവര് ശമ്പളം ഇന്ന് കോരി കൊടുക്കുകയാണ് സാർ. ശമ്പളത്തിന് വേണ്ടി മാത്രം സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതത്വം, കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ ബാർഗെയിൻ ചെയ്ത് കല്യാണം കഴിക്കാം, സ്ത്രീകൾക്കായത് പുരുഷനായാലും ശരി തന്നെ. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു സ്വപ്നം കാണുന്നത് സാർ. അത് ഗവൺമെന്റ് ചെയ്യാനുള്ളത് ശമ്പളം കുറച്ചു കൊടുക്കുക. ആരൊക്കെ വരണം ജോലിക്ക്, വരണവരെ എല്ലാവർക്കും ജോലി തരാം, ശമ്പളം കുറച്ച്. അങ്ങനെയൊക്കെ നമുക്കൊരു മനുഷ്യനൊരു ഒരു ഇതില്ലേ, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ജീവിക്കാനുള്ള ഒരു വരുമാനം കൊടുക്കണ്ട, അതിനല്ലേ വേജ് ബോർഡും പേ കമ്മീഷനും ഒക്കെ വെക്കുന്നത്. ആളുകളെ ഇപ്പൊ എത്ര ചെറിയ പൈസ കൊടുത്താലും ആളുകൾ ജോലിക്ക് വന്ന് ചെയ്യും. അങ്ങനെ തൊഴിലാളി ചൂഷണത്തിനെതിരെ എത്രയോ കാലം പടവെട്ടി നമ്മൾ നേടിയെടുത്ത ഒരു ഇതല്ലേ മിനിമം വേജസ് ആക്ട് ഒക്കെ. സാർ നമ്മുടെ സമ്പത്ത് വളരണം സാർ, സ്റ്റേറ്റിന്റെ സമ്പത്ത് വളരണം. അപ്പൊ ആളുകളെ ചൂഷണം ചെയ്തിട്ടല്ലല്ലോ, നമ്മൾ കൂടുതൽ ഉത്പാദനം ചൂഷണമല്ല സാർ, ചൂഷണമല്ല. ഇവിടെ ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കയറി കഴിഞ്ഞാൽ അതിന് പിന്നെ അയാളുടെ ചെലവ് എത്രയാണ്? 50,000 രൂപ 10-40,000 രൂപ ഒരു മാസം കൊടുക്കണം. 100 പേര് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 കോടി രൂപ ഒരു മാസം കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മുടെ സർക്കാർ അതിനുള്ള കാശില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, രാമേന്ദ്രൻ പാറശാല എന്തെങ്കിലും ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്, ഞാനും എഴുതിയിട്ടില്ല. എന്റെ മോള് സാർ, എന്റെ ഭാര്യയും PSC MA BEd ആണ്. ജോലിയൊന്നും കിട്ടിയില്ല. ഒരുപാട് PSC ഞങ്ങൾ പലയിടത്തും ചെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും ദുഃഖമൊന്നുമില്ല ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾ വേറെ ബിസിനസ് ചെയ്യുന്നത്, ഇവർക്ക് ജോലി മാത്രമേ ഉള്ളൂ സാർ. ഈ മനുഷ്യൻ ജീവിക്കുന്നത് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഈ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ്, എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? ഞാനും എന്റെ ഭാര്യയെ പഠിപ്പിച്ചത് BEd പഠിപ്പിച്ചത് പിന്നെ പ്രൈവറ്റ് കോളേജിലാണ്. അന്ന് എല്ലാം 2.5 ലക്ഷം രൂപ അന്ന് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാണ് ഞാൻ BEd പഠിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെയാണ്. പക്ഷെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. അന്ന് ഗവൺമെന്റ് കിട്ടാതെ 15,000 രൂപ ഇവരൊക്കെ ശമ്പളമല്ലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പോയില്ല. കുറച്ച് ദിവസമൊക്കെ പോയി പഠിപ്പിക്കാൻ പോയി, പിന്നെ അങ്ങ് നിർത്തി. വീട്ടിനടുത്തുള്ള സ്കൂളിലൊക്കെ പോയി. പൈസ കൊണ്ട് മുതലാകില്ലെന്ന് അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങക്ക് മനസ്സിലായില്ലേ ആ പണം പോരാ ജീവിക്കാനത്? ശരി ശരി. അപ്പൊ സമയം മനസ്സിലായി, എനിക്ക് അങ്ങ് പറയാൻ ഉദ്ദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ നോക്കാം. അപ്പോൾ കറക്റ്റാണ്, അങ്ങയുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പങ്കജാക്ഷൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. രാജ് എന്നോട് പറയുന്നത് യുവജനങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം, PSCയെ വിശ്വസിച്ചിരുന്നാൽ ജീവിതം അവതാളത്തിലാകും എന്നാണ് എന്നോട് രാജ് VLA പറയുന്നത്. നമ്മുടെ ഷാജി എന്നോട് പറയുന്നു, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു സർക്കാരിന് അധികാരത്തിലെത്തി നിരാശയാണ് ഫലം, വലിയ നിരാശ എന്ന് പറയുന്നു. ഈ PSC എഴുതി ജീവിതം പാഴാക്കരുത്, പണ്ടത്തെ പോലെ ചെയ്യരുത് എന്ന് എന്നോട് രാജ് പറയുന്നു. 33 കൊല്ലം സർക്കാർ ജോലി ചെയ്ത് പെൻഷൻ പറ്റിയിരിക്കുന്ന എനിക്ക് രാമചന്ദ്രൻ പാറശാലയുടെ ന്യായീകരണം കേട്ടപ്പോൾ ചിരിക്കാൻ മാത്രമേ തോന്നിയുള്ളൂ എന്നാണ് ശ്രീ സദാശിവൻ നായർ പറയുന്നത്. അദ്ദേഹത്തിന് പ്രസാദ് പറയുന്നു, കേരളത്തിൽ BJP വന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാർട്ടികൾ പ്രതിഷേധിക്കാൻ വരും, അതുവരെ നിങ്ങൾ മണ്ണും പുല്ലും തിന്ന് ഇവിടെ ഇരിക്കുക എന്ന് ആണ് പരിഹാസം. ഓക്കെ. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെത്തിയിട്ടുണ്ട്. അദ്ദേഹം പൊതുവേദി കാണുന്നുണ്ട്. രാമചന്ദ്രൻ ചേട്ടാ, റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് നിയമനത്തിനായി സമരം ചെയ്യുന്നത്, അല്ലാതെ എക്സാം എഴുതിയ മുഴുവൻ ആളുകളും സമരം ചെയ്യുന്നില്ല എന്ന് പിന്നെ ഓർമ്മിപ്പിക്കുന്നു സുനിൽ കുമാർ. അതോടൊപ്പം തന്നെ സദാശിവൻ നായർ 33 കൊല്ലത്തെ ഇതിനെക്കുറിച്ച് മനു, യുവർ ഡയലോഗ് ഈസ് ഫ്രം മോഹൻലാൽസ് മൂവി
ഓർക്കാപ്പുറത്ത് 1998 മൂവി കംപ്ലീറ്റഡ് 100 ഡേയ്സ് ഇൻ ഏരിയസ് പ്ലക്സ് സിനിമാസ് എന്നൊക്കെ. അത് ഞാനൊരു സിനിമ അങ്ങനെ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഖജനാവിൽ പണമില്ല, നിയമനം നടത്തുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിഷയത്തിന് ഇടയിൽ ആണ് ഇപ്പോൾ ഈ അധ്യാപകരുടെ വിഷയമാണല്ലോ വന്നത്, LPST. അപ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ വിഷയം കൂടി ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് സംസ്ഥാന ടാക്സ് ഓഫീസർമാരുടെ തസ്തികയിലേക്കുള്ള നിയമനത്തെ സംബന്ധിച്ചാണ്. 2021 നടന്ന പരീക്ഷയിലെ റാങ്ക് ഹോൾഡേഴ്സിന് കാലാവധി തീരാൻ ഇനി അവിടെയും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ നിയമനം വൈകുന്നു. 8 വർഷത്തെ കഠിന പരിശ്രമത്തിന് ഒടുവിൽ പരീക്ഷ എഴുതി ജയിച്ചവരാണ് ഈ ഉദ്യോഗാർത്ഥികൾ. അവരെ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവരാകുമെന്നവർ സ്വപ്നം കാണുന്നു. അവർ ഉദ്യോഗസ്ഥ തലത്തിലെ അനിശ്ചിതത്വം മൂലം ഇപ്പോൾ അവരുടെ ജീവിതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 60ഓളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. റാങ്ക് ലിസ്റ്റ് വന്ന് 2.5 വർഷം കഴിയുമ്പോഴും നിയമനം നടത്താത്തത് പട്ടിക അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ആ റാങ്ക് ഹോൾഡേഴ്സിന് അവരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ടാക്സ് വകുപ്പിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിന്, സംസ്ഥാന ടാക്സ് ഓഫീസർമാരുടെ തസ്തികയിലെ റാങ്ക് ഹോൾഡേഴ്സിന് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. പ്രവീണ. ഇപ്പം KATയുടെ ഓർഡർ ഉണ്ട്. കഴിഞ്ഞ ജാനുവരിയിൽ KATയുടെ ഓർഡർ വന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് KAT ഓർഡർ ഇറക്കി വിത്തിൻ 2 months തന്നെ ഫൈനൽ സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഉടൻ തന്നെ പ്രൊമോഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന്. അപ്പം അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊമോട്ടീസ് ഹൈക്കോർട്ടിൽ പോയിരുന്നു. പക്ഷേ ഹൈക്കോർട്ടും പറഞ്ഞത് സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് വാക്കൻസീസ് ഫില്ല് ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷേ 6 മാസത്തോളമായിട്ട് ഈ പ്രൊസീജിയർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉള്ള നിജസ്ഥിതി. നിങ്ങളപ്പോൾ എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള നടപടി? കാരണം എത്ര നാളോടുണ്ട് ഇതിന്റെ കാലാവധി? നിങ്ങളുടെ വളരെ ചുരുങ്ങിയ മാസം മാത്രമാണ് ഇനി ഞങ്ങൾക്ക് മുമ്പിലുള്ളത്. ഇത് കഴിഞ്ഞ മാസമാണ് ഫൈനൽ സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കൗൺസിൽ കൂടി പ്രൊമോഷൻ ഓർഡർ ഇറങ്ങണമെങ്കിൽ ഇനി എത്ര നാൾ എടുക്കും എന്നുള്ളത് ഒരു അനിശ്ചിതത്വത്തിലാണ്. അപ്പം ഈ മുമ്പോട്ട് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് നിരന്തരം ഈ ഓഫീസുകളിൽ ഇത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് മുമ്പത്തെ ഗവൺമെൻറ്റും ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെൻറ്റും നമ്മൾ ചേഞ്ചസ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ സർക്കാർ കയറിയതിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കുന്നുണ്ട്. GSTയുടെ പുതിയ കമ്മീഷണർ ആണെങ്കിലും വളരെ പോസിറ്റീവാണ് ഞങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ CM തന്നെയാണ് ഫിനാൻസും ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും വളരെ ചുരുക്കം ഈ പ്രൊമോട്ടീസ് അസോസിയേഷന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കാരണവും അതുപോലെ തന്നെ അവർക്കുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും യൂസ് ചെയ്തിട്ട് ചില ഓഫീസേഴ്സിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സില്ല, അതാണ് അവിടുത്തെ പ്രശ്നം. അതേസമയം ഈ സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സ് ആകട്ടെ, അവർ പല വിധത്തിലുള്ള സമര പ്രതിഷേധങ്ങൾക്ക് ഒക്കെ ശ്രമിച്ചു. പക്ഷേ അവരുമായി സർക്കാർ ഇപ്പോൾ സംസാരിക്കാം, ചർച്ചയ്ക്ക് തയ്യാറാകാം, റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ചയൊക്കെ ചെയ്യാം, ഇത് സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊക്കെ അവരെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു ഉറപ്പ് എന്ന തരത്തിൽ അതിനെ കാണാനും കഴിയുന്നില്ല. ശ്രീ കുഞ്ഞു മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, നമ്മൾ കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ശ്രീ കുഞ്ഞു മുഹമ്മദ് TV കണ്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. നമസ്കാരം. കുറേ ദിവസമായല്ലോ. എനിക്കൊരു കാര്യം ഇങ്ങോട്ട് പറയാനുള്ളത്, എന്റെ അടുത്ത് ഇങ്ങോട്ട് അവസരം കൊടുക്കുന്നില്ല, എനിക്കും തരണം. ചില ആൾക്കാർക്ക് കൊടുക്കാണ്ടിരിക്കാന്നുള്ള രീതി ശരിയായ നിലപാടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം അങ്ങ് ഈ പൊതുവേദിയിൽ എത്ര കാലമായി വിളിക്കുന്നു, എത്ര കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് ബാലകൃഷ്ണൻ വടകരയ്ക്ക് ദിവസം പരിമിതി കൊടുക്കുക, എനിക്ക് പരിമിതി തരാണ്ടിരിക്കുക എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട മനുവിനോട് എനിക്കതാ പറയാനുള്ളത്. ശരി, ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞു മുഹമ്മദിനോട് ഇന്ന് ആവശ്യാനുസരണം സമയമെടുക്കാം, പറഞ്ഞോ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ആശാ വർക്കർമാർ സമരം ചെയ്തിട്ട് ഐക്യദാർഢ്യവുമായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടു. ഒരൊറ്റ ഒന്നും ഇപ്പം കാണുന്നില്ല. കേരളത്തിലെ കണ്ടോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുക. 3 മാസമായി ആശാ വർക്കർമാർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെന്ന് എത്തിയല്ലോ കഴിഞ്ഞ ദിവസം, ഇന്നലെ. അങ്ങനെ ഓലെ പല ആൾക്കാരും വന്നിക്ക്, ഒരാളെ ഇപ്പം കാണുന്നില്ല. കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ചോണ്ട് എവിടെ പോയി എന്നാ എനിക്ക് പറയാനുള്ളേ. നമ്മളിപ്പോ ന്യൂട്രോൾ അടിച്ചോണ്ടിരിക്ക ഇപ്പോ. അപ്പൊ ഇത് പറയും സവക്കറ ഇന്ത്യന്റെ സാധ്യ സമരം നേടുന്നത് സവക്കറാദി കോൺഗ്രസ്സുകാർ നാളെ വിളിച്ചു പറയും, ഗവർണറെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കും. നമ്മള് കേട്ടോണ്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. കേരളം തടവാഴ്ചയായി ഭരണം കണ്ടിട്ട്. ശരി,
ഓക്കെ, ശരി, അങ്ങയുടെ പ്രതികരണം കൃത്യമാണ്. അപ്പോൾ രാകേഷ് എന്നോടൊപ്പം ചേരുന്നു പാലയിൽ നിന്ന്. ശ്രീ രാകേഷേ. നമസ്കാരം മനു. നമസ്കാരം. രാകേഷിന് ഈ സമരം ചെയ്യുന്ന മനുഷ്യർ ഈ പുല്ലൊക്കെ തിന്നുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു പ്രേക്ഷകൻ എന്നോട് പറയുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ സർക്കാർ ജോലിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? പാറശാല രാമേന്ദ്രനൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്കും കുട്ടികളൊക്കെ ഉള്ളത് ഇവര് പഠിക്കുന്നത് നമ്മൾ ഇത്രയും പൈസ കൂടെ മുടക്കി പഠിപ്പിച്ചെടുക്കുന്നതൊക്കെ അവർക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാ. ഞാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ആളുകൾക്ക് ഒരു ജോലി കിട്ടണം. പറഞ്ഞതോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ സാധാരണക്കാരാ. അതായത് ഞാനിപ്പോ ഒരു എക്സാം എഴുതി എനിക്ക് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മളെ കുട്ടിയൊക്കെ അത് വേണ്ടെന്ന് വെക്കലല്ലോ. പക്ഷെ അതിനോടും നമുക്കൊരു യോജിപ്പില്ല. പിന്നെ PSCയുടെ കാര്യം പറയുകയാണെങ്കിൽ അയ്യോ, കേരളത്തിലെ PSC ഇല്ലേ, ഞാൻ പണ്ട് അതായത് 2001 ഒരു മലബാറൻ ദിവസം കൊണ്ട് എക്സാം എഴുതിയ ആളാ. റാങ്ക് ലിസ്റ്റിലും വന്നതാ. എന്റെ സ്വദേശം ഇപ്പൊ പലയിലാണെങ്കിലും ഞാൻ അന്ന് കണ്ണൂർ ജില്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് എങ്ങനെ ഞാൻ തെറിച്ചു പോകുന്നില്ല എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് കയറി വന്ന ആളെ എനിക്കറിയാം. ഞാൻ രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല അതിനകത്ത്. അപ്പൊ PSC എഴുതി റാങ്ക് പട്ടികയിൽ വന്നു. ഞാനത് നോക്കി നിന്നില്ല. ഞാൻ പിന്നെ അത് നോക്കി നിൽക്കാൻ ഞാനൊരു ഡിപ്ലോമ കൂടി എടുത്തതിനെ കൊണ്ട് ഞാനൊരു മെക്കാനിക്കൽ ഫീൽഡായിട്ട് ഞാൻ വെളിയിലോട്ട് പോയി. കേരളത്തിൽ നിന്ന് പോയി സ്ഥലം വിട്ടു. കേരളത്തിൽ നിന്ന് പോയിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് ഞാനൊരു 12 വർഷം ജോലി ചെയ്തു. അവിടുത്തെ ഒരു വീരങ്കിൽദാസ് ഇവിടെ നല്ലൊരു കമ്പനിയിൽ. അവിടെ നിന്ന് ഞാൻ കുവൈറ്റിലോട്ടും പോയി. ഇപ്പൊ തിരിച്ചിവിടെ വന്നപ്പോ ഇവിടെ വീട് വെച്ചപ്പം പാലയിലാണ് വെച്ചത്, അവിടെയല്ല വെച്ചത്. പക്ഷേ വെക്കണ്ടായെന്ന് ഇപ്പൊ തോന്നുക ആ മഹാരാഷ്ട്ര നല്ലത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ട് ജോലി കിട്ടാത്തപ്പോൾ വിഷമം തോന്നിയോ? പിന്നെ സങ്കടം തോന്നാതിരിക്കും. അത് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വിശ്വസിച്ച് പ്രത്യയശാസ്ത്രം നമ്മൾ വിശ്വസിച്ച് പോയതിന്റെ പേരിൽ ഞാൻ തെറിച്ചു പോയത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനോട് പറയുകയും ചെയ്തു. അത് ശരി. അപ്പൊ പാർട്ടി നോക്കിയാണ് അവിടെ നിയമനം നടക്കുന്നത്. നേതാവിനോട് അന്ന് തുറന്നു പറഞ്ഞത് നീ തെറിച്ചു പോകാൻ കാരണം നിന്റെ ഈ മുഷ്കു കൊണ്ടാണ്. അത് നമ്മൾ ആ നാട്ടിൽ പിന്നെ വീട് വെച്ചില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോൾ നമ്മൾ പാലയിലാണ് വെച്ചത്, കോട്ടയത്താണ് വെച്ചത്. പക്ഷെ നമ്മുടെ മക്കൾക്കും ഇങ്ങനൊരു ജോലി വേണം. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണാൻ നിൽക്കരുതെന്നേ. ഇവർ പഠിച്ച് കഷ്ടപ്പെട്ടു ഒരു എക്സാം ഒന്നും എഴുതിയാൽ പോരാ. ഇത് ഒത്തിരി കടമ്പ കടന്നാലാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അത് ഇവർക്ക് മനസ്സിലാവൂല. അത് ഒരു എക്സാം കൊണ്ട് റാങ്ക് ലിസ്റ്റോട്ട് വരികയല്ല. അതുപോലെ ഇങ്ങനെ പടിപടിയായി എഴുതിയാൽ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് റാങ്കിൽ. ഇവർക്ക് ഇതിന് വേക്കൻസി ഇല്ലെങ്കിൽ അതാ ഒഴിവില്ലെങ്കിൽ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ബാക്കി സ്റ്റേറ്റിലൊക്കെ 6-7 പേരെ ബോർഡംഗായിട്ടിരിക്കുന്നത്. ഇവിടെ 21 ആൾക്കാരിരിക്കുന്നത് ഇത്രയും ചെറിയ ജനസംഖ്യയുള്ള ചെറിയ സ്റ്റേറ്റിൽ. അതെങ്കിലും ഒന്ന് വെട്ടിക്കുറച്ച്. സത്യം പറഞ്ഞ ഈ ബോർഡൊക്കെ അഴിച്ചു പണിയുടെ കാലം കഴിഞ്ഞു. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാഷ്ട്രീയക്കാരൻ നാമനിർദ്ദേശം കൊടുക്കും, അത് ഗവർണർ ആകും. പക്ഷെ ഇവരെ പുറത്താക്കണേ സുപ്രീം കോടതി വേണം. ഈ ബോർഡൊക്കെയാണ് അഴിച്ചു പണിയേണ്ടത്. എന്നാലും ഇവിടേക്ക് നേരെയാവും. പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങൾക്കൊന്നും PSC പറച്ചിൽ കണക്കാ PSC സർക്കാരിനെന്നൊക്കെ പറയും. പക്ഷേ ഇഷ്ടക്കാരെ കേട്ടില്ല. ഇവർക്കാണല്ലോ അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം അനുഭവം ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾ സർക്കാർ ജോലി പ്രവേശിക്കണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അവർ സമരം ചെയ്യുന്നതിനോട് ഞാൻ അനുകൂലമാണ്. പിന്നെ ഇവിടുന്ന് കുറെ ആൾക്കാർ ഡൽഹിക്കൊക്കെ പോയ ആൾക്കാരൊന്നും ഇപ്പൊ കാണുന്നില്ല. പേരെടുത്ത് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. രഞ്ജിനി ഹരിദാസിനൊന്നും ഇപ്പൊ കാണാനില്ല. പുള്ളിക്കാരത്തി ഏതാണ്ട് വളവളാന്ന് പറഞ്ഞാൽ എണീറ്റങ്ങ് പോയി. രഞ്ജിനി ഹരിദാസ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട അധ്യാപികമാരുടെ ഈ സമരം ഒന്ന് കണ്ട് അവിടെ സെൽഫി എടുത്ത് അപ്പൊ ആയി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ മുല്ലും മണ്ണും മാറ്റി തിന്ന പിള്ളേര് നാളെ എന്റെ കൊച്ചും മാറ്റി തിന്നേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ കൊച്ചിനെ ഇപ്പൊ BSc പഠിപ്പിച്ച് നഴ്സിംഗ് പഠിപ്പിച്ച് വിട്ടുപോക്കാന്നാ പറയുന്നത്. ഇവിടെ നിൽക്കണം എന്റെ പൊന്നു മോളെ. ശരി, അപ്പൊ വ്യക്തമാണ്. അപ്പൊ നമ്മുടെ ഡൽഹി സമരത്തിൽ അവിടെ ചെന്ന് ഷോ കാണിച്ച അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഭാഗമായ ആളുകൾ ഒക്കെ ഇവിടെയും വന്ന് ആ പ്രതികരണം നടത്തുമെന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം അവർ വരുമെന്നൊക്കെ. അപ്പോൾ കേരളത്തിൽ BJP വന്നാൽ മാത്രമേ പ്രതിഷേധിക്കാൻ ആൾ വരുള്ളൂ എന്നാണ് പ്രസാദിൻ്റെയൊക്കെ ഒരു ഇത്. അപ്പോൾ രാമചന്ദ്രൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്കാണ് നിയമനമെന്ന് അദ്ദേഹത്തെ ചിലരൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. PSC എഴുതി ജോലിക്ക് കയറി വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ, അവർക്ക് വല്ലതും അറിയാമോ എന്നാണ് മോൻസാക്ക് എന്നോട് ചോദിക്കുന്നത്. മോഡിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് മോഡിയെ കുറ്റം പറയാത്തതുകൊണ്ട് ഇന്ന് മണിമലയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആളുകൾ പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇതിൽ മറ്റൊരു വിഷയം ഇന്ന് എന്താണ് ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇപ്പോൾ അതിന് അനുഭാവം പ്രഖ്യാപിച്ച് ഇടത് നേതാക്കൾ വന്നിട്ടുണ്ട്. റഹീമിൻ്റെ പ്രതികരണം ഇന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. റഹീം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് അജ്ഞാതരായ ഇൻവെസ്റ്ററെ കാണാൻ പോകാൻ കഴിയും. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹത്തിൽ കിടക്കുന്ന വിദ്യാർത്ഥിനികളോട് ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. ഇതിലെ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ സന്ദർഭത്തിൽ ഒരല്പം പോലും ദുരഭിമാനം വെച്ച് പുലർത്താതെ ഈ ടീച്ചർമാരുമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഇതാണ് നമ്പർ 1 ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം. യെസ്, അതാണ് റഹീം പ്രതികരിക്കുന്ന ഒരു നിലപാട്. മുഖ്യമന്ത്രി അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശ്രീമതി ഗീതാ മേനോൻ എന്നോടൊപ്പം ചേരുന്നു കോയമ്പത്തൂരിൽ നിന്ന്. ശ്രീമതി ഗീതാ മേനോൻ,
ശ്രീമതി ഗീതാ മേനോൻ ദീർഘകാലം പല മേഖലകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. ആദ്യം നമസ്കാരം വന്നു. ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ് ടോപ്പിക്. ഇത് എന്താണെന്നറിയോ, കുട്ടികൾ ജോലി ഇല്ലാണ്ട് ട്രൈ ചെയ്യുന്നവര് അവര് കഷ്ടപ്പെട്ട ഒരു എക്സാം എഴുതി ദേ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. അതവിടെ ഇരിക്കട്ടെ. ഈ റാങ്ക് ലിസ്റ്റ് ഉള്ളപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാ, വേക്കൻസീസ് ആർ നോട്ട് റിപ്പോർട്ടഡ്. റിപ്പോർട്ട് ചെയ്യണ്ടേ? ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്താലാണ് സർവീസിൽ ഇരിക്കുന്നവർ തന്നെയല്ലേ അത് ചെയ്യേണ്ടത്. എന്താണ് അവർക്ക് ഇതിന്റെ വിഷമം അറിയുന്നില്ല? ഞാൻ ശ്രീമതി ഗീതാമേനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു തവണ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ഈ ആളുകൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? മറ്റാളുകൾ അതെന്താണെന്നറിയോ, അത് ആക്ച്വലി ഡയറക്ഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ആണ്. ഈ പെർമനന്റ് അപ്പോയിന്റ്മെന്റ്സ് ആയാൽ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബാക്കിയുള്ള CGIS സ്കീം ഇതെല്ലാം വരില്ലേ മനു? ഇതെല്ലാം കൊടുക്കാതെ ആളുകളെ താൽക്കാലിക ജീവനക്കാരാക്കി വെച്ച് ചൂഷണം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നത് കൊണ്ട് ഞാൻ പറയണ, ഞാനൊക്കെ ഈ 60+ ആയതും ഞാൻ അന്ന് 85 സർവീസിൽ കയറിയതും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണേ, സത്യമായിട്ടും. ഇപ്പൊ എന്താണെന്നറിയോ, ഒന്ന് ഇൻഫ്ലുവൻഷ്യൽ, ഇനിയൊന്ന് ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ്സ്. ഈ there is actually a ruling that contractual സ്റ്റാഫിനെ അഗെയിൻസ്റ്റ് പെർമനന്റ് വേക്കൻസീസ് അതിന് അഡ്ഹോക് അപ്പോയിന്റ്മെന്റ്സ് എന്നാ പറയാ. അത് ചെയ്യാനേ പാടില്ല. ഇതെപ്പോഴാ കണ്ടുപിടിക്കേണ്ടതെന്നറിയോ മനു? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓഡിറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണെന്ന് മാത്രമാണ്. അല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഡിറ്റ് ഉണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സർവീസിന്റെ കാര്യങ്ങൾ ചട്ടവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഇത് ഹാൻഡ് ഇൻ ഗ്ലോവ് എന്ന് പറയില്ലേ. പ്രോപ്പർ ആയിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് മേടിക്കേണ്ട പവേഴ്സ് ഉള്ളതാണ് PSC ബോർഡ്. അവരെന്താ ചെയ്യണേ? അവര് ക്യാഷിനിട്ടും കോഫിയും കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് നടത്തും. കുട്ടികളുടെ ഈ ഉദ്യോഗാർത്ഥികൾ, അതായത് there are so many people seeking employment അല്ലേ, അവരുടെ സങ്കടങ്ങളൊന്നും ഇവർക്ക് അറിയണ്ട. പിന്നെ നേരത്തെ ഒരു സാറ് പറഞ്ഞില്ലേ ജോലിയിൽ കയറിയ, അതൊന്നും നോ, ഐ വിൽ നോട്ട് അഗ്രി ടു ദാറ്റ്. തോന്നുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ മുഴുവനും ജോലി വാങ്ങിച്ച് ഡയറിയും കഷത്ത് വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്നത് അങ്ങനെ ഉണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട്, എനിക്കും അറിയാം അവരെയൊക്കെ. എന്നാലും അത് മാത്രമാണോ? ഞങ്ങൾ നോട്ട് ഓൾ, ഐ ടെൽ യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇറ്റ് വിൽ കൊളാപ്സ്. അങ്ങനെയല്ല, ഇത് എപ്പോഴും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലായാലും 30% വർക്ക് സിൻസിയർലി, 70% ഒന്നുമില്ലേ, എന്താ മലയാളത്തിൽ പറയാ, ഉടായ്പ്. ഓക്കെ, ജോലിയൊന്നും ചെയ്യാണ്ട് നടക്കുന്നവര്, കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ മണിയടിച്ചൊക്കെ നടക്കുന്നവര്, സിൻസിയറായിട്ട് വർക്ക് ചെയ്യണവര് 50% ഉണ്ട്. മണിയടിക്കലും പിൻവാതിൽ നിയമനവും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, സർക്കാരിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കോൺട്രാക്ച്വൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് പണം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമാണ്. സത്യം, അതൊക്കെ മനു, only when you are in a government service you will know എന്തൊക്കെ കളികളാണെന്നുള്ളത്. ഒരുപാട് ഞാൻ അതുകൊണ്ട് ഐ വിൽ സ്ട്രോങ്ലി വൗച്ച്. ഈ പറഞ്ഞ PSC മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ ഒന്ന് റിഗപ്പ് ചെയ്യണം. അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അവരെ എന്തിനാ അവിടെ വെച്ചിരിക്കണേ? അവരാദ്യം കളക്ട് പ്രോപ്പർ വേക്കൻസീസ് എവിടെയൊക്കെ ഉണ്ട്, എത്ര ഫിൽ ചെയ്തു, ഒരു റിപ്പോർട്ട് ചോദിക്കണം ടൈം ഫ്രെയിം ആയിട്ട്. ഒരു കുട്ടി ഇപ്പോ നിങ്ങളുടെ ഇതിൽ ഞാൻ കണ്ടു, പ്രവീണ ഒരു ലൈക്ക് ബൈറ്റ് എടുത്തത് കണ്ടു. ആക്ച്വലി ആ കുട്ടി പറയണത് കേട്ടാൽ ഇറ്റ്സ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലേ? കോർട്ട് ഓർഡർ ചെയ്തിരിക്കല്ലേ മനു, 6 monthsനുള്ളിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ദ സ്റ്റേറ്റ് ഇസ് ആൻസറബിൾ. ഇവിടെ പാർട്ടിയല്ല പ്രശ്നം. ഞാൻ എന്നും പറയല്ലേ മനുവിന്, ആരെ ഈ ഗവൺമെന്റ് എന്ന് പറയണത്? കുറെ ആളുകളാണോ? അല്ലല്ലോ. നമുക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്ന വിചാരം, അത് ഏത് സ്റ്റേറ്റ് ആയാലും കേട്ടോ, എവിടെയായാലും, റൈറ്റ് ഫ്രം സെന്റർ ടു ഓൾ ദ സ്റ്റേറ്റ്. ശരി, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ അതൊരു കൃത്യമായ ഒരു പ്രതികരണമാണ്. ഇപ്പോൾ ഞാനതിൽ അതുപോലെ ഒരു ഉദ്യോഗസ്ഥയുടെ പ്രതികരണത്തിന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ശ്രീമതി ഗീതാ മേനോൻ വന്നത്. അപ്പോൾ അത് ചിലർക്കൊക്കെ മറുപടിയും ചിലർക്കൊക്കെ ചോദ്യവുമായി മാറുകയാണ്. താങ്ക് യു സോ മച്ച് ഗീതാ മേനോൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഈ സമരം ചെയ്യുന്ന അധ്യാപകരുടെ ഒരു പ്രധാന ആവശ്യം നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ച് കുറയ്ക്കണം. ഡിവിഷൻ ഫോൾ പല സ്കൂളുകളിലും വരുന്നുണ്ട്.
അപ്പോൾ ആ എയ്ഡഡ് സ്കൂൾ ടീച്ചർമാരെ പുനർവിന്യസനം ചെയ്യാനായി മറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ കുറയുന്നു സർക്കാർ സ്കൂളിലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലൊക്കെ എയ്ഡഡ് സ്കൂൾ നിയമനവും PSCക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. ഏതായാലും പുല്ല് തിന്നും മുട്ടിലഴിഞ്ഞും ഒക്കെ ഈ മനുഷ്യർ സമരം ചെയ്യുകയാണ്. ബൈജീവ് എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്തു നിന്നാണ്. ബൈജീവ് ഇത് എഴുതിയിട്ടുണ്ടോ? ബൈജീവ് ഈ PSC പരീക്ഷ PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC ലിസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് അവകാശം നിഷേധിക്കുന്ന സമീപനത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് നിൽക്കുന്ന ആളുകളല്ല, വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന ആളുകളാണ്. ആ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് അവസരം നിഷേധിക്കുക എന്ന് പറയുന്നത് നീതി നിഷേധം തന്നെയാണ്. അപ്പൊ അവരുടെ സമരത്തിന് ശക്തമായ പിന്തുണ നൽകാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് LP സ്കൂൾ ടീച്ചേഴ്സ് ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് ഒരു സമരത്തിന്റെ മുൻനിരയിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികൾ കുറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് 2 സർക്കാരുകൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്റ്റുഡന്റ് ടീച്ചർ ഇക്വേഷൻ കുറച്ചത്. അതിനുശേഷം വന്ന ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ വന്ന 2 ലിസ്റ്റുകളിലും മുഴുവൻ പേർക്കും നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ലിസ്റ്റ് വരുമ്പോഴേക്കും ഉള്ള പ്രയാസം എന്തായിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ പോസ്റ്റ് ഇല്ല. സ്റ്റുഡന്റ് ടീച്ചർ ഇക്വേഷൻ ഇനിയും കുറച്ചാലേ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല ബൈജീവ് എഡ്യൂക്കേഷൻ മേഖലയിലാണെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത് സാധ്യമാണോ ബൈജീവ് 1:25 ഒക്കെ ആക്കാൻ, അല്ലെങ്കിൽ 1:30 ആക്കാൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നിലവിൽ ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിന്റെ പോസ്റ്റിന് അവിടെ താൽക്കാലിക ദിവസ വേതനക്കാരെയാണ് നിയമിക്കുന്നത്. ഒരു ഗവൺമെന്റിന് വേണമെങ്കിൽ അതൊരു സ്ഥിരം പോസ്റ്റായിട്ട് വെക്കുമ്പോൾ അത്രയും വിദ്യാലയങ്ങളിൽ അത്രയും പോസ്റ്റുകൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതേപോലെ തന്നെ സ്റ്റുഡന്റ് ടീച്ചർ ഇക്വേഷൻ നമ്മൾ ഈ രീതിയിൽ കുറച്ചുകൂടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതേപോലെ തന്നെ നമ്മൾ കാണേണ്ട വലിയ ഭീഷണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്തുകൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കുട്ടികളുടെ എണ്ണം ആനുപാതികമായി കുറയുന്നു. അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടണം. കുട്ടികളെ പൊതുവെ കുറയുകയാണല്ലോ, കുട്ടികളുടെ എണ്ണം തന്നെ കുറയുകയാണെന്നാ. അത് മാത്രമല്ല സാർ, അത് മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകൾ നന്നായിട്ട് തഴച്ചു വളരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മറുപടി സർക്കാരിന്റെ ഉത്തരവാദിത്തം അതിനകത്തുനിന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഈ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇതിനകത്ത് ആരൊക്കെ ഇടപെടുന്നുണ്ടോ അവരൊക്കെ ഇതിന് ഉത്തരവാദികളാണ്. തന്റെ ഇടമുള്ള ഒരു വിൽപ്പവറുള്ള ഒരു അധികാരിയും അതിനകത്ത് തീരുമാനം എടുക്കാൻ പിന്നെ ഒരു ധൈര്യം കാണിക്കുന്ന മന്ത്രിസഭയുണ്ടെങ്കിൽ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവും. ഒരു ലിസ്റ്റിൽ വന്നിട്ട് ആരെയും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. അത് ദുഃഖകരമാണ്. അത് ബൈജീവ് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. ബൈജീവ് ഒരു അധ്യാപക രംഗത്തുള്ള ആളാണെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ഈ തസ്തിക നിർണയം, പുനർവിന്യാസം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളിൽ LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ നിയമനം തകിടം മറിയുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് 14 ജില്ലകളിൽ LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നത്. മെയിൻ ലിസ്റ്റിൽ നിന്ന് 6113 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5488 പേർ, ഭിന്നശേഷി ലിസ്റ്റിൽ 157 എന്നിങ്ങനെ 11758 പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിയമനം കാത്ത് ഉള്ളത്. അപ്പോൾ PSC അടുത്ത കാലത്തായി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുകയാണ് പതിവെങ്കിലും LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് 150-ലധികം പേരെ ഉൾപ്പെടുത്തി എന്നതും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ നാസർ എന്നോടൊപ്പം ചേരുന്നു വർക്കലയിൽ നിന്ന്. നാസർ, സാറേ, ഈ തൊഴിൽ മേഖലയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ 2 സർക്കാരിന്റെ പിറക്കെ നടക്കുന്ന ആൾക്കാരെ പണി നിർത്തണം. കാരണം ഒരു സർക്കാർ വരുമ്പോ പൊതു തൊഴിൽ മേഖല സൃഷ്ടിക്കുമ്പോൾ പ്രതിപക്ഷം പൂട്ടിക്കും, അവര് വരുന്നത് തുറക്കുമ്പോ ഇവര് പൂട്ടിക്കും. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ തൊഴിൽ മേഖല ഉണ്ടാവുന്നത്? ഒന്ന്. രണ്ടാമത് ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്മാർ എന്തെങ്കിലും സ്വയം ഒരു പര്യാപ്തം എന്തെങ്കിലും ഒരു തൊഴിൽ വ്യവസായം, ഉദാഹരണത്തിന് 100 കോഴി വളർത്താൻ ഇറങ്ങി പുറപ്പെട്ട് ഉടനെ അടുത്ത വീട്ടുകാരെങ്കിലും ശത്രുവാണ്. നമ്മുടെ വിഷയം ശ്രീ നാസർ, ഈ അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ചാൽ ഇത് കോഴി വളർത്തലുമായി എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലായി സാറേ, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു പണി എടുത്ത് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്നവർ തന്നെയാണ് പൂട്ടിക്കുന്നതും തുറപ്പിക്കുന്നവർ തന്നെയാണ്. തൊഴിൽ മേഖല ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു ബിസിനസ് വ്യവസായം തുടങ്ങാൻ പറ്റില്ല. അപ്പൊ സർക്കാർ ജോലിയെ ആകെ വഴി രക്ഷയുള്ളൂ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്നാണ് നാസർ പറയുന്നത് അല്ലേ? അതാവുമ്പോ പിന്നെ ടെൻഷനില്ല. സർക്കാർ ജോലി സാറേ, ഇവിടെ 3 കോടി ജനങ്ങളുണ്ട്. ഇവിടെ ഈ സർക്കാർ ജോലിക്ക് എത്ര വരാൻ ഇവിടെ അർഹതയുള്ളത്? എത്ര വേക്കന്റ് ഉണ്ട്? സർക്കാർ
സർക്കാർ ജോലി ഒരു വർഷത്തിൽ 5, 10, 25 വേക്കന്റ് ആണ് വരുന്നത്. ഈ വേക്കന്റിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ നിയമിക്കാൻ പറ്റൂല. അവര് അത് കിട്ടുന്നത് വരെ എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ 2 കൂട്ടരും സമ്മതിക്കത്തില്ല. പഠനവശം അപ്പോഴതിനകത്ത് മണ്ണ് വാരിയിടും, തിരിച്ച് എവരും മണ്ണ് വാരിയിടും. അപ്പൊ ശ്രീ നാസർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ എന്ന് പറയാൻ പല മേഖല ഇന്നൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും കൊച്ചു കച്ചവടങ്ങൾ ചെയ്ത് 10 രൂപ എവിടെ കിട്ടും അത് അപ്പോഴപ്പോ ഇന്നത്തെ ചെയ്യുന്ന ഒരു പിടിവാശിയില്ല. അതുകൊണ്ട് ദൈവം സഹായിച്ച് ജീവിച്ചു പോകുന്നു. നേരെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉൾപ്പാട്ട് കിടക്കേണ്ടി വരും. എപ്പോഴെങ്കിലും PSC ടെസ്റ്റ് എഴുതി നോക്കിയോ? ഇല്ല. എന്തൊരു പ്രയോജനം? ഞാൻ ഇന്ന് വരെ ഈ 2 സർക്കാരിന്റെ പിറകെ പോയിട്ടില്ലേ, ഒരു ആനുകൂല്യത്തിന് പിറകെ പോയാൽ നടക്കത്തില്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ സമയക്കുറവുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മീൻ കച്ചവടം ഒക്കത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ശശിധരൻ പിള്ള പറയുന്നുണ്ട്. മീൻ കച്ചവടം എന്നൊക്കെ വിചാരിച്ചാൽ പല ആളുകളുടെയും വിചാരം എളുപ്പത്തിൽ കുറേ മീൻ കൊണ്ടുപോയി വെക്കാമെന്നാണ്. അതിരാവിലെ എഴുന്നേറ്റ് മീൻ വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് അത് ആളുകൾക്ക് വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നതിൻ്റെ പ്രയാസമൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ നാസർ വർക്കല ഈസ് റൈറ്റ് എന്നാണ് എന്നോട് ഷിജു പറയുന്നത്. കൗ ഫീഡിങ് ആൻഡ് ചിക്കൻ ഫീഡിങ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഗ്ലാഡിയേറ്ററെ കണ്ടിട്ട് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത്. ഗ്ലാഡിയേറ്റർ എത്തി. ഈ വിഷയത്തിൽ സിനിമാ പട്ടാളക്കാരൻ എൻ്റെ മക്കളുടെ അഭിപ്രായം ന്യൂസ് ചാനലുകൾ തേടണം എന്നാണ് എന്നോട് പിന്നെ ഗ്ലാഡിയേറ്റർ പറയുന്നത്. ആരോൺ ഫിലിപ്പ് എന്നോട് പറയുന്നത് കോട്ടയത്ത് നാളെ ലീവുണ്ട്. മഴയൊക്കെ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോൺ ഫിലിപ്പെ. അപ്പം നമുക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാൻ നോക്കണം. ഇപ്പം ലീവുണ്ടോ എന്നാണ് പൊതുവേദിയിൽ ആളുകൾക്ക് പ്രധാനമായി അറിയേണ്ടത്. അപ്പം നമ്മുടെ ജൻസികളാണ് പല ആളുകളും. അപ്പോൾ ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീൺ ആവശ്യപ്പെടുന്നുണ്ട്. ചെറിയൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ LPST റാങ്ക് ലിസ്റ്റിൽ 11,700-ലധികം ആളുകളുണ്ട്. അതിൽ നിന്ന് ആകെ 2% ആളുകൾക്കാണ് ഇപ്പോൾ ആകെ നിയമനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ UPST അതായത് അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ റാങ്കിൽ പട്ടിക കൂടി നോക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകനായ മുഹിയദ്ദീൻ ഇതിനെ സംബന്ധിച്ചൊരു ലേഖനം കൊടുത്തിട്ടുണ്ട്. ആ റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ളത് 8,522 പേരാണ്. അതിൽ 7 പേർക്ക് നിയമനമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 12 ജില്ലകളിൽ അവിടുത്തെ 1ാം റാങ്കുകാർക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ ഒരു ഒഴിവ് പോലും PSC ചെയ്തില്ല എന്നാണ് മുഹിയുദ്ദീൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സാഹചര്യം. മോഹൻ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ മോഹൻ എന്തു തോന്നുന്നു? ഈ മനുഷ്യർക്ക് ഇങ്ങനെ ഇല്ലാത്തൊരു തസ്തികയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പിന്നെ മുട്ടിലെഴയേണ്ടി വരുന്ന സാഹചര്യത്തെ ശ്രീ മോഹൻ എങ്ങനെ കാണുന്നു? നമസ്കാരം മനു. നമസ്കാരം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളെ അവിടെയുള്ളൂ. അപ്പോൾ 1000-കണക്കിന് ആൾക്കാർ എഴുതി വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കൊടുക്കാൻ പറ്റൂല. അല്ല, അപ്പൊ റാങ്ക് ലിസ്റ്റ് ഈ 11,000-ന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആകെ ലിമിറ്റഡ് വേക്കൻസിയെ ഉള്ളെങ്കിൽ, 7 വേക്കൻസിയെ ഉള്ളെങ്കിൽ പിന്നെ ഈ 9,000 പേരുടെ റാങ്ക് ലിസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? ആകെ 2% ആളുകളെ നിയമിക്കാൻ കഴിയുള്ളൂ എങ്കിൽ 11,758 പേരെ എന്തിനാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നത്? PSCയുടെ എല്ലാ ഇത് നിർത്തിവെച്ചിട്ട് ഈ ജോലികളെല്ലാം കോൺട്രാക്ട് ബേസിൽ കൊടുക്കുക, PSCനെയൊക്കെ പിരിച്ചുവിടുക. കാരണം അത് അവരാണ് തീരുമാനിക്കട്ടെ, ഞാനല്ല. ഇപ്പൊ മനു ചോദിച്ചതിന് ഉത്തരം PSC ആണ് തീരുമാനിക്കട്ടെ. 1000 ആൾക്കാരെ എന്തിനു പരീക്ഷ എഴുതിക്കുന്നു? അല്ല, ഒരു വേക്കൻസിക്കാണെങ്കിലും 100,000 പേര് പരീക്ഷ എഴുതാം. പക്ഷെ അതില് ഒരു 10,000 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാളുടെ ഒരു റാങ്ക് ലിസ്റ്റിന് വേണമെങ്കിൽ 5 ആളെ എടുക്കാം. അത്രയല്ലേ മാക്സിമം വേണ്ടുള്ളൂ. അത് തന്നെയാ മനു ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് ഈ PSCയിൽ എത്ര കോടിയാണ് ഒരു വർഷം ശമ്പളം കൊടുക്കുന്നത്? ഇതൊക്കെ പിരിച്ചുവിട്ട് ഇതൊക്കെ കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ കൊടുക്കുന്ന ഞാൻ പറയുന്നത്. ഇതെല്ലാം പിരിച്ചു വിട്ടിട്ട് അപ്പൊ അവിടെ അഴിമതി നടക്കൂല, തട്ടിപ്പ് നടക്കൂല. എല്ലാം അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ഓഫീസർ, വില്ലേജ് ഓഫീസർ ഉണ്ടായി കഴിഞ്ഞാൽ അത് നടക്കും. അതൊക്കെ സാധ്യമാണ്. സർക്കാർ PSC സർക്കാർ ഓഫീസുകളെല്ലാം ഇതാക്കിയിട്ട് അതിന് മുഴുവൻ ഒരു പഞ്ചായത്ത് ഓഫീസർക്ക് എന്താ പറ്റാതെ? അതിനെപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾക്ക് അഴിമതി നടത്തണം, നിങ്ങൾക്ക് നേതാക്കന്മാർക്ക് കച്ചത്തില് ഇതും വെച്ചിട്ട് പണിയെടുക്കാതെ ജീവിക്കണം. PSC എഴുതിയിട്ട് ജോലി കയറി എത്ര അവർക്ക് എന്ത് സാമാന്യ വിവരം ഉള്ളത്?
അവരുടെ ജോലി എന്ത് കൃത്യമായി. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് എന്റെ വീട്ടിന്റെ മുന്നിലാണ്. അവിടുന്ന് ആൾക്കാർ സ്ത്രീകളൊക്കെ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ പാപ്പിനിശ്ശേരി വില്ലേജ് ഓഫീസ് അവർ കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് പറയുന്നത്. അവർക്ക് ഒരു ഞാൻ അവിടെ പോയി ഭീഷണിപ്പെടുത്തുന്നവനാണ്. ഞാൻ അവിടെ പോയി നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഞാൻ അവിടെ വില്ലേജ് ഓഫീസറെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇതില്. വില്ലേജ് ഓഫീസർ അവിടെ വരില്ല. പുറത്ത് വന്നിട്ട് അവിടെയുള്ള കൂട്ടാളികളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പോകും. ഞാൻ അതിന്റെ വീഡിയോഗ്രാഫി ചെയ്തു എല്ലാം ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിന്. ഞാൻ അറിയാം നിങ്ങള് അവിടെ വില്ലേജ് ഓഫീസർ വരില്ല. രാത്രി വന്ന് തുറന്നിട്ട് പോകും. ഞാൻ അതൊക്കെ വീഡിയോ ചെയ്തിട്ട് രാത്രി എന്തിനാണ് രാത്രി അയാൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതാ പറയുന്നേ. ഇതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരുപാട് ആൾ ഇതിനെപ്പറ്റി അറിയുന്നില്ല. അവിടെ ഇല്ല മറ്റുള്ള ജോലിക്കാരെ ഇയാൾ അടുത്ത കടയിലേക്ക് വിളിക്കും. എന്നിട്ട് അവരോട് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ഇയാൾ വില്ലേജ് ഓഫീസ് കയറില്ല. വില്ലേജ് ഓഫീസറെ കാത്തു നിൽക്കും. പുതിയ വില്ലേജ് ഓഫീസർ വന്നോ? അവിടെ പുതിയ ആള് വന്നോ? അതൊക്കെ വന്നിട്ട് അയാൾ വന്നിട്ട് പിന്നെ 2-3 ആൾക്കാർ വന്നു പോയി. എന്നിട്ട് അത് എങ്ങനെ പുതിയ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? പുതിയ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? പുതിയ ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. അതോ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഇടപെടും. വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസിലൊക്കെ എന്റെ അടുത്താണ്. ഞാൻ അവിടെ പോയി, ഞാനല്ല ഞങ്ങൾ ആൾക്കാർ അവിടെ പോയി ഇടപെടും. ഞങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുണ്ട്. ഇവിടെ നീതി ന്യായം നടന്നു കിട്ടുമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പാർട്ടിയുടെ ആൾക്കാരൊന്നല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയില്ല ഇതൊക്കെ മാറണമെങ്കിൽ ഇത് കോൺട്രാക്ട് ബേസിൽ കൊടുത്ത് അവിടെ അഴിമതി നടക്കൂല. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു. ഭാര്യക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അവിടെ പോയപ്പോൾ എല്ലാം ഓക്കെ. അയാള് പലതും ചോദിച്ച് അവള് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ഇയാളുടെ അച്ഛനും അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് 50 കൊല്ലം മുമ്പ് മരിച്ച അച്ഛനും അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഏത് വില്ലേജ് ഓഫീസിൽ പോയിട്ടാ തപ്പുക? വില്ലേജ് ഓഫീസറോട് പറഞ്ഞു ഇത് വേണോ, ഇതാ നമ്മൾ കൂടിയാന്ന്. അന്നേരം പറഞ്ഞു അതാ ഞാൻ ഇത് സാധനം കാണുന്നുണ്ടായി ക്ലബ്. അപ്പൊ അപ്പോഴാ പറഞ്ഞില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ ആ സ്ത്രീയും കുട്ടികളും ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന കുട്ടി ഇവിടെ വന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഉപദ്രവിക്കലല്ലേ? അവിടുന്ന് അത് ഒപ്പിട്ട് കൊടുത്താൽ തീരുന്ന ഒരു പ്രശ്നം. അതിനാ ഇത് വേറെ ജീവനക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. അവിടെ നാട്ടുകാരൊക്കെ ഉണർന്നു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സംവിധാനത്തെയൊക്കെ പൊളിച്ചെഴുതണം, PSCനെയൊക്കെ പിരിച്ചുവിടണം. ഇതൊക്കെ ഈ വ്യവസ്ഥ എല്ലാവർക്കും ജോലിയും പെൻഷൻ കൊടുക്കാൻ മാത്രമേ ഇവിടുത്തെ നികുതി തികയുന്നുള്ളൂ. ഇതൊക്കെ പിരിച്ചു വിട്ടിട്ട് ഇപ്പോഴും TCS ഇൻഫോസിസ് ഒക്കെയാണ് നമ്മളെ 3/4 ഭാഗം പണിയും ചെയ്യുന്നത്. വില്ലേജ് ഓഫീസിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ചെയ്യുന്ന പണിയാരാ ചെയ്യുന്നത്? TCSകാരാ ചെയ്യുന്നത്. അത് അവര് അപ്രൂവ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. അത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇതുപോലെ 100 ന്യായങ്ങളാ പറയുന്നത്. ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞു കൊടുക്കേണ്ടല്ലേ ഇവിടെ ഇന്ന കാര്യങ്ങൾ വേണ്ടത്? അവരോട് വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് വല്ലതും ഏതായാലും വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. പക്ഷേ ഏതായാലും അങ്ങയുടെ ആ ഒരു പൗരബോധത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഭീഷണിയും കയ്യാങ്കളിയും ഒന്നാലും നമുക്ക് സമാധാനത്തിൽ ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ശരി. ഏതായാലും ഇവിടെ പൊതുവേദിയിൽ പ്രേക്ഷകരത്ര നിസ്സാരക്കാരല്ല കേട്ടോ. വില്ലേജ് ഓഫീസറിനെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അതിന് നടപടിക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീമതി ഷർലി എന്നോടൊപ്പം ചേരുന്നത് കർണാടകയിൽ നിന്നാണ്. ശ്രീമതി ഷർലി, ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കർണാടകയല്ല, കൊട്ടാരക്കര. അപ്പൊ നമ്മൾ വിളിച്ചതേ ഈ PSCയിൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് നമുക്ക് ഒരു പ്രിലിമിനറി എക്സാം നടക്കുന്നുണ്ടല്ലോ എല്ലാ എക്സാമിനും വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് ആ ഒരു എക്സാം പ്രിലിമിനറി കൊണ്ടുവന്നതിന് ശേഷം അന്ന് UDF അന്ന് എതിർത്ത ഒരു കക്ഷികളാണ് ഇപ്പൊ ഇരിക്കുന്ന ഭരണകർത്താക്കള്. അപ്പൊ അവര് ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. കാരണം പ്രിലിമിനറി കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കുട്ടികളുടെ ഭാവി ജീവിതം തകർത്ത ഒരു കേസാണ് അത്. കാരണം ഇപ്പൊ 4 സെക്ഷനായിട്ട് പ്രിലിമിനറി നടത്തി കഴിയുമ്പോൾ ഒരു സെഷന് വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, വേറെ സെഷന് കൂടുതൽ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ നടത്തിയിട്ട് ഇവര് മാർക്ക് ഏകീകരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഏകീകരണം അവര് നടത്തുന്നില്ല PSCക്കാര്. നമ്മൾ PSC എഴുതി നമ്മൾ കുറെ പ്രിലിമിനറി വീഴും, പിന്നെ നമുക്ക് മെയിൻ കിട്ടത്തില്ല, പിന്നെ നമ്മുടെ മാർക്ക് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ വരും എന്ന് പറയുന്നേക്കാം. പക്ഷെ മാർക്കൊന്നും കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മളൊരു വർഷം പരീക്ഷ എഴുതി പിന്നെ 2 വർഷം കഴിഞ്ഞായിരിക്കും മാർക്ക് വരുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. നമുക്കൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ. അതാണ് PSC നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ അധികം കുട്ടികളുടെ ഇതൊന്ന് നേരെയാക്കണമെങ്കിൽ വലിയ പ്രയാസമാണല്ലേ? നേരെയാക്കണമെങ്കിൽ പ്രയാസമാണ്. നമ്മുടെയൊക്കെ
ഏജ് തന്നെ കഴിഞ്ഞു പോയ അവസ്ഥയാണ്. കാരണം ഒരു 10 എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രിലിമിനറി ആ 10 ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ 10 എക്സാമിന്റെ നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടേണ്ട അവസരം നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. ഈ പ്രിലിമിനറി തന്നെ നിർത്തലാക്കേണ്ട ഒരു സംവിധാനം കഴിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ കൃത്യമായ സമയത്ത് അവർ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. 2020 വിളിക്കുന്ന ഒരു PSC ആണെങ്കിൽ 2026 ആകുമ്പോഴാണ് അവർ എക്സാം നടത്തുന്നത്. അപ്പൊ 2020 ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലെ ആ ഒരു ഒഴിവ് നിൽക്കുക. പിന്നെ അവര് അവിടെ എത്ര ഒഴിവുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല PSC. അപ്പൊ അത് കാലാനുസൃതമായി അത് ഒഴിവുകൾ എങ്ങനെയെന്ന് പഠിക്കുന്നില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു മണിക്കൂർ പോലും വേണ്ട എത്ര ഒഴിവുകളുടെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലേ? ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അവര്. അതുപോലെ ഇപ്പൊ നമുക്ക് മുമ്പ് പറഞ്ഞ ആള് സംസാരിച്ചതുപോലെ ഒരു 2 ഒഴിവിന് അവര് ഒരു 1000 പേരെയാണ് ലിസ്റ്റ് ഇടുന്നത്. അതൊക്കെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്ന് അതൊക്കെ PSC ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. കുട്ടികൾ ഒരു ഭയങ്കര പ്രതീക്ഷ കൊടുക്കും, അവർക്ക് ജോലി കിട്ടും പ്രതീക്ഷയോടെ ഇരുന്ന് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് PSC ഇപ്പം കൊണ്ടുവന്നത്. കാത്തിരുന്ന് ഈ പുഴമെലിഞ്ഞ് കരകവിഞ്ഞെന്നൊക്കെ പറഞ്ഞ പോലെ അവസാനം ഏജ് ഓവറായി ഒരു പരുവത്തിലായി പോകുന്ന അവസ്ഥയാണ്. ഇപ്പം തന്നെ ഇഷ്ടം പോലെ കുട്ടികളുടെ ഏജ് ഓവറായി പോയി. കാരണം ഈ പ്രിലിമിനറി കൊണ്ടുവന്ന് ഈ സിസ്റ്റം കൊണ്ടുവന്ന് ഗവൺമെന്റിന് ലാഭമായിരുന്നു. കാരണം ഒരു പ്രിലിമിനറി നടന്നിട്ട് പിന്നെ 1 വർഷം കഴിയും മെയിൻ എഴുതാന്. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് 2 വർഷം കഴിയും. അപ്പൊ അവർക്ക് അത്രയും സാലറി ആർക്കും കൊടുക്കണ്ട. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് കുട്ടികളുടെ ലൈഫേ പോയി കളഞ്ഞു. ഈ ഒരു സിസ്റ്റം പ്രിലിമിനറി കൊണ്ടുവന്ന് അതിന് നിർത്തലാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഇനിയുള്ള തലമുറകളെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു സിസ്റ്റം ഇല്ലാതാക്കണം. വ്യക്തമാണ് ശ്രീമതി ഷർലിയുടെ പ്രതികരണം. അപ്പൊ ഇപ്പൊ ഷർലി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മുടെ ഏജ് ഓവറായി നമുക്കിപ്പോ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരു നമ്മൾ ഫെയിൽ ആവുകയും ചെയ്യുന്നത്. പ്രൈവറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടിലിരിക്കും. ഇല്ല, പ്രൈവറ്റിൽ ഇപ്പൊ നോക്കണം നമ്മള്. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ അല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. ഒരു കൃത്യമായ ഒരു പ്രതികരണമാണ്. PSC എഴുതി മടുത്ത ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ വിജയൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, നമസ്കാരം. അല്ല, എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് പറയാനൊരു കാര്യമുണ്ട് സാറേ. അതായത് ഈ PSC എഴുതുമ്പോൾ ജോലി വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേക രാഷ്ട്രീയം വേണം, ഒന്ന്. രണ്ടാമത് ആ രാഷ്ട്രീയത്തിലാണെങ്കിൽ ജോലി ഉറപ്പാ. അത് നമ്മൾ കണ്ടതാ, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കണ്ടതാ. ഒരുപാട് ശിവരഞ്ജിത്തിന്റെ ആയാലും നസീമിന്റെ ആയാലും പിന്നെ അത് യൂണിവേഴ്സിറ്റി അത് വേറെ, അല്ലാതെ PSC ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം, ഇത് ഇനി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ സെലിബ്രിറ്റികള് അവര് വിചാരിച്ചാൽ അവർക്ക് ഇപ്പൊ ഇച്ചിരി സമയക്കുറവുണ്ട്. അവരൊന്ന് ചുണയായിട്ട് നിന്നാൽ ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഒക്കും. ഒന്നത്. ഇനി ഒരു കാര്യം കൂടെ സാറേ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് സാറ് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഒരു കാര്യം കൂടെ, ഇവര് ഈ സെലിബ്രിറ്റികളെല്ലാം കൂടെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഇവിടെ ഓക്കെ ആവും. ഇനിയൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ സമയം ഇത് അതിക്രമിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ കുറേ ആളുകൾ വരുന്നു. അപ്പോൾ വ്യക്തമാണ്, അങ്ങ് പറഞ്ഞതൊക്കെ കൃത്യമാണ്. അപ്പോൾ എന്നോട് ഷിജു എന്നോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് കോഫി ഡ്യൂറിങ് ഇടവേളാസ് എന്ന് ഷിജു ചോദിക്കുകയാണ്. അപ്പോൾ ഈ കോഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പല പത്രപ്രവർത്തകരും പേടിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഫിയെക്കുറിച്ച് അധികം പറയുന്നില്ല. ശ്രീ ശശിധരൻ പിള്ള സാറിനെ കാണുന്നവരോട് പുച്ഛമാണെന്നാണ് ചാണക സംഖ്യ. എന്താണ് ഇങ്ങനെ ഒരു പേരിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിത്രൻ ഗുപ്തൻ എന്നോട് പറയുന്നു, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 3 സീറ്റ് പോയി കിട്ടും എന്ന് പറയുന്നു. കൃഷ്ണൻകുട്ടി എന്നോടൊപ്പമുണ്ട്. സ്വകാര്യ സ്കൂൾ പിന്തുണയ്ക്കുന്നവർ കൊണ്ടുവന്ന സർക്കാരാണ് UDF സർക്കാർ. സർക്കാർ സ്കൂളുകൾ പ്രോത്സാഹിപ്പിച്ച പിന്നെ സർക്കാർ അല്ല ഇത്, അതുകൊണ്ട് ഒഴിവും വരില്ല, റാങ്ക് ലിസ്റ്റ് സ്വാഹ എന്ന് പറയുന്നു. ശ്രീമതി ശാന്തകുമാരി നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. കുറച്ച് ദിവസം കമൻറ്റൊന്നും എഴുതിയിട്ടില്ല, ഇപ്പോൾ കമൻറ്റ് വന്നിരിക്കുന്നു. സ്കൂളിൽ മുടക്കുണ്ടോ എന്ന് ചില കുട്ടികൾ ചോദിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ വീടിന് അടുത്തുള്ള 2 കുട്ടികൾ മുടക്ക് പ്രഖ്യാപിക്കുന്നത് കേൾക്കുമ്പോൾ കരയുന്നു എന്നാണ് പറയും. നോക്കൂ എത്ര നല്ല കുട്ടികൾ. ആ കുട്ടികൾക്ക് പൊതുവേദിയുടെ ഒരു അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാത്തതിൻ്റെ വിഷമമുള്ള കുട്ടികളും നാട്ടിൽ ഉണ്ട്. അപ്പോൾ അവധി ചോദിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മഴയുണ്ടെങ്കിൽ അപകടം ഇല്ലെങ്കിൽ
ഒക്കെ നമ്മൾ സ്കൂളിൽ പോകാം, മഴയുണ്ടെങ്കിൽ സ്കൂള് ചില പ്രശ്നങ്ങൾ അതുകൊണ്ടാണല്ലോ അവധി തരുന്നത്. അപ്പോൾ അതല്ലാത്ത സാഹചര്യങ്ങൾ പരമാവധി സ്കൂളിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ മോഹനൻ കണ്ണൂർ ഒരു കാര്യം മനസ്സിലാക്കാതെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നല്ല എന്ന് ശ്രീമതി ശാന്തകുമാരി എന്നെ ഓർമ്മപ്പെടുത്തുന്നു. അത് ശരിയാണല്ലോ. ഓഹോ, അപ്പോൾ അങ്ങനെ ഓക്കെ. നമ്മുടെ ഫ്രണ്ട്ലി ലിസ്റ്റിൽ ഓക്കെ. നന്ദകുമാർ എന്നോട് പറയുന്നു, പെർമനൻറ്റ് വാക്കൻസിയിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തരുത്, ഇതിന് സർക്കാരിന് മൗനാനുവാദം ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്നു. വിജയകുമാർ പട്ടാമ്പിയിൽ നിന്ന്. വിജയകുമാർ, സമയം കഴിഞ്ഞുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളെ എനിക്ക് 2-3 ആളുടെ കൂടെ എടുക്കാൻ. അത് ഈ PSC നിയമനം എന്ന് പറയാൻ ഈ ടെസ്റ്റിന്റെ ആവശ്യം ഒരു വിധത്തിലില്ല. കാരണം ബുദ്ധിമുട്ടിക്കാണ്. കാരണം ടെസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ കരുതി കഴിഞ്ഞാൽ പിന്നെ തള്ളി പോകുന്ന സ്ത്രീ ഉദ്യോഗാർത്ഥിയായിട്ടും ബുദ്ധിമുട്ടിക്കുക. അതുകൊണ്ട് ഈ ക്വാളിഫിക്കേഷൻ പ്രകാരം എല്ലാവരും അവര് പറ്റുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുക, ഒഴിവിനനുസരിച്ച് വീണ്ടും നിയമിക്കുക. അങ്ങനെ ഈ പ്രശ്നം, ഈ താൽക്കാലികമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. മുതലാളിത്ത വ്യവസ്ഥയിലൊന്നല്ല ശരിക്കുന്ന പരിഹാരം. ആ പരിഹാരത്തിലേക്ക് വരുമ്പോൾ ഈ താൽക്കാലിക മുതലാളിത്ത വ്യവസ്ഥയിൽ വരുന്ന ഇതിനുള്ള ആൾക്കാരും ചെയ്യാവുന്ന അത് മാത്രമേ ഉള്ളൂ. കാരണം ക്വാളിഫിക്കേഷൻ പ്രകാരം ആൾക്കാരെ നിയമിക്കുക, അല്ലാതെ അതിന് വേറെ ടെസ്റ്റിന്റെ ആവശ്യമില്ല. പിന്നെ വേണ്ടി വന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതൊക്കെ വേണ്ടുള്ളൂ. അല്ല, ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പല ആൾക്കാർക്കും തോന്നും. പക്ഷെ അത് ഏറ്റവും മാറ്റിമറിക്കേണ്ട ആവശ്യം അതിന്റെ സമയം വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ നമുക്ക് ആ സനോജിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഇന്ന് സനോജ് കൂടി ഈ വിഷയത്തിൽ VK സനോജ് കൂടി ഒരു പ്രതികരണം നടത്തിയിരുന്നു. സനോജിന്റെ പ്രതികരണം എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ കൊടുത്ത വാക്ക്, നിങ്ങൾ ഉറപ്പ് കൊടുത്ത കാര്യം അത് പാലിക്കാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ നിങ്ങൾ തയ്യാറാവണം. തയ്യാറായിട്ടില്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റും ഈ റോഡുമെല്ലാം ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഇന്നലകളിലുണ്ട്. ഞങ്ങളിപ്പോ പുറത്തു നിന്ന് ഐക്യദാർഢ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഇവരുടെ സമരം മര്യാദക്ക് തീർക്കാൻ, ജനാധിപത്യപരമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ സമര യൗവനം ഈ തെരുവുകളിൽ ഇറങ്ങും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഉയരും എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കൊള്ളാം. ശ്രീ ബാബു എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാബു. ഹലോ. സാറേ, എനിക്ക് പറയാനുള്ളത് ഈ 21 പേര് ആയിട്ടുള്ള ഈ PSCയെ പിരിച്ചുവിട്ടിട്ട് ഒരു 5 പേരാക്കാനുള്ള ദൃഢത ഏത് സർക്കാരെങ്കിലും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഗവർണർ ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രിലിമിനറിയും ഫൈനൽ പരീക്ഷയും നടത്തുന്ന എത്ര കുട്ടികളുണ്ടോ അതനുസരിച്ച് മാത്രമേ പരീക്ഷ നടത്താവൂ. ഈ പിള്ളേരെ കണ്ണീര് കാണുന്നത് ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതുകൊണ്ട് പരീക്ഷ നടത്തുമ്പോൾ എത്ര കുട്ടികൾ വേണോ ആ പരീക്ഷ നടത്തിയിരിക്കുന്ന റിസൾട്ട് കിട്ടിയാൽ ആ കുട്ടികളെ എങ്ങനെയായാലും പോസ്റ്റ് ചെയ്യണം. അത് വിദ്യാഭ്യാസ വകുപ്പിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. സ്കൂൾ മാത്രമല്ല, തൽക്കാലം പോസ്റ്റ് ചെയ്യാനായിട്ട് പല ഭാഗങ്ങളുണ്ട്. BRC ഉണ്ട്, സാർവശിക്ഷാ അഭിയാനം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല സെക്ഷനുകളുണ്ട്. വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ പരീക്ഷ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഗവൺമെന്റ് ആയാലും ആവശ്യത്തിനുള്ള കുട്ടികളെ പരീക്ഷ നടത്തി അതിന്റെ റിസൾട്ട് ഇടാവൂ. കൂടുതൽ കുട്ടികളെ ഇട്ടിട്ട് അവരെ ഭാവി നശിപ്പിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി ഏത് ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ടത് ഇതാണ്. ഏത് പരീക്ഷ നടത്തിയാലും പരമ കഷ്ടമാണ് ഇത് കാണുമ്പോൾ. ഇത് എന്താണ് ഇങ്ങനെ ഒരു ഭരണഘടനയുള്ള ഒരു PSC? ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ ഒരു PSC ഞാനും കാണുന്നില്ല. ഇത് മനുഷ്യത്വം, നമുക്ക് മനുഷ്യനായിട്ടുള്ളവർക്ക് ഈ മനുഷ്യത്വം കാണേണ്ടതല്ലേ? ഈ ലിസ്റ്റ് എന്നല്ല, പല കുട്ടികളുടെയും പരീക്ഷ കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയില്ലാതെ വളരെ കഷ്ടത്തിലായി അവസ്ഥയാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഇത് ഏത് ഗവൺമെന്റ് ആയാലും കാണണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് ആയാലും കാണണം, സംസ്ഥാന ഗവൺമെന്റ് ആയാലും കാണണം. എന്തുമാത്രം പാടുപെട്ട് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് ഓരോ കുട്ടികൾ ഈ PG വരെയൊക്കെ പഠിച്ചു വരുന്നത്. ഈ കേടെക് മറ്റത് മറിച്ചതെന്നും പറഞ്ഞ് ഓരോ ഡിവിഷനുകൾ കയറി വരുന്നത്. ഇതെല്ലാം പഠിച്ച് കഷ്ടപ്പെട്ട് ഓരോ കുടുംബത്തിൽ നിന്ന് കയറി വരുമ്പോൾ അവർക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഏജ് ഓവർ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ ഇന്നൊരു പുതിയൊരു പ്രേക്ഷകൻ ചിത്രഗുപ്തൻ, താങ്കളുടെ ഈ പ്രതികരണം ഇങ്ങനെയല്ല ഒരു പൊതു ആയിട്ടുള്ളൊരു ഇതിൽ പ്രതികരിക്കുക. നമ്മുടെ പൊതുവേദി ഒരു നിലവാരം വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിൽ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു കാര്യം അറിയാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങേ കാണുന്നത്.
ഇതൊരു ശൗചാലയ ചുമരാണെന്ന് തെറ്റിദ്ധരിച്ച് പല ആളുകൾ ഇതിൽ വന്ന് എഴുതുന്നുണ്ട്. അവരെല്ലാം പിന്നീട് തിരുത്തി നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഇടാറും ഉണ്ട്. അങ്ങും ആ നിലയിലേക്ക് മാറണം. ഇത് നമ്മളൊരു പൊതുജനങ്ങളുടെ അഭിപ്രായം അവർക്ക് പറയാനും സംവദിക്കാനും ഒക്കെയുള്ളൊരിടമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ആണ് നമ്മൾ പൊതുവേദിയിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കമൻ്റ് ഇടുമ്പോഴും അവരവരുടെ ആ ഒരു നിലവാരം വേണം. കാരണം മോശം ഭാഷ ഉപയോഗിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അത് വീട്ടിൽ നിന്ന് നമ്മളെ ആ നിലയിൽ ചെറുപ്പത്തിൽ ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ നിലയിൽ തിരുത്താത്തവരാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ സത്യത്തിൽ അതിൻ്റെ ഒരു പഴി കേൾക്കുന്നത് ആർക്കാണെന്ന് ഞാൻ പറയാതെ തന്നെ അങ്ങേക്കറിയാം. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് എന്ത് ശീലിക്കുന്നു അതാണ് നമ്മളുടെ പൊതുനിലത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നല്ല പ്രതികരണങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നല്ല ജീവിതാന്തരീക്ഷമുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ആളുകൾക്കുണ്ടാകും. നമ്മളെ ആളുകൾ ശ്രദ്ധിക്കും. ബഹളം വെച്ചതുകൊണ്ടോ എന്തെങ്കിലും വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടോ ആളുകൾ നമ്മളെ ഒഴിവാക്കും എന്നല്ലാതെ നമ്മൾ ജയിച്ചു എന്ന് നമുക്ക് തോന്നാമെന്നല്ലാതെ മറ്റൊന്നും നടക്കാനില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ കമൻ്റ് ഇടുന്നതിൽ വന്നിട്ടുള്ള ഇന്നത്തെ ഇത് പൊതുവേദിയിൽ അങ്ങനെ ഇല്ല. അതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് വിഷയം. ഏതായാലും യൂട്യൂബിൽ ഞാൻ പ്രേക്ഷകരുമായി ഈ വിഷയം ചർച്ച ചെയ്തു. ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷയാണ് ആളുകൾ വെക്കുന്നതെന്ന് യൂട്യൂബ് റിസൾട്ട്സ് എനിക്ക് മനസ്സിലായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാർ മുൻകൈയെടുക്കുമോ, സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യത്തിന് 70% ആളുകൾ ഈ സർക്കാരിന് അതിന് കഴിയുമോ, അവർ മുൻകൈയെടുക്കും എന്ന തികഞ്ഞ ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ 30% ആളുകൾക്ക് പ്രതീക്ഷ നഷ്ടമാവുകയാണ്. അപ്പോൾ മണ്ണ് തിന്നും പുല്ല് തിന്നും നിരാഹാരം കിടന്നുമൊക്കെ ജോലി ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് വലിയ പരിതാപകരമായ ഒരവസ്ഥയാണ്. യുവതലമുറയുടെ പ്രതീക്ഷകൾക്ക് മുന്നിലെ ഒരു വലിയ ഒരു ചോദ്യമാണത്. സർക്കാർ സമരക്കാരുമായി ചർച്ചകൾ നടത്തിയാൽ മാത്രം പോരാ, അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ഉറപ്പാക്കാൻ സമയബന്ധിതമായ നടപടികൾ നടപ്പിലാക്കണം എന്നതാണ് പ്രധാനം. റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർക്ക് വേണ്ടത് ഉറപ്പുകളല്ല, നിയമന ഉത്തരവുകൾ അവർക്ക് കിട്ടണം. അവരുടെ കാത്തിരിപ്പ് എത്രയും വേഗം അവസാനിപ്പിക്കണം. അതിനൊരു അറുതി ഉണ്ടാകണം. അതാണ് ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് ഈ ഉദ്യോഗാർത്ഥികളും ഈ സമൂഹവും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നാളെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.